ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സുധാസ് വേൾഡിലേക്ക് വെൽക്കം. ഇന്ന് ഒരു കറിയും ഒരു മിൽക്ക് പുരട്ടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നൽകാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കറി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് പോകാം. ഇപ്പോൾ ഞാൻ എൻ്റെ ചീൻചട്ടി വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. എന്തെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് മാത്രം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കടുക്, ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. ഇതെൻ്റെ പാലക് കറിയാണ് കേട്ടോ. ഞാൻ എന്താ കറി എന്ന് പറഞ്ഞില്ലാന്ന് വിചാരിക്കേണ്ട, പാലക് കറി. അതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസ് ഉള്ളി ചോപ്പ് ചെയ്തത്. ഇത് നന്നായി ഒന്ന് സോട്ടാവട്ടെ. ഒരു പച്ചമുളക്, ഇത് നല്ല എരിവുള്ള ഒരു പച്ചമുളകാണ്, അതിനെ ഇട്ടു. ഇനി ഇതൊന്ന് നന്നായി സോട്ടാവട്ടെ. ഇപ്പോൾ ഒരു മീഡിയം സൈസ് നല്ല വലിയൊരു ടൊമാറ്റോ ആണ്, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായി ഒന്ന് വെന്ത് വരണം. അപ്പോൾ എന്താ ചെയ്യണമറിയോ, ഇതിനൊന്ന് അരച്ച് വയ്ക്കാൻ പോകണം. ഇപ്പോൾ ഒരു 3/4 ടീസ്പൂണാണത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് തന്നെ ഇടണമെന്നില്ല. ഇത് ഞാൻ എൻ്റെ ഇതിലുകൊണ്ടിട്ടു. 1 ടീസ്പൂൺ ഇഞ്ചി മുറിച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി മുറിച്ചതും കൂടി ഇതിൻ്റെ കൂടെ ഇടുകയാണ്. നല്ലൊരു ടേസ്റ്റ് വരും. അതും കൂടി ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വേവണം. കണ്ടോ, ഞാൻ ഇതിനൊക്കെ നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം, എന്നാൽ അതിൻ്റെ നല്ല ഗ്രേവി ഇതിന് കിട്ടും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഇതിങ്ങനെയൊന്ന് സോട്ടാവുമ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇട്ടു. ഇത് 1 കപ്പ് പരിപ്പ് വേവിച്ച് ഉടച്ചതാണ്. ഈ പരിപ്പ് നന്നായി വെന്തു. അപ്പോൾ അതിനെ ഞാൻ വേവിച്ച പരിപ്പാണ് കേട്ടോ. ഇത് വേവിക്കുന്നതൊന്നും കാണിക്കാൻ പറ്റില്ല. ഇനി ഈ സോട്ട് ചെയ്ത തക്കാളി ഉള്ളി പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഇതെല്ലാം കിടന്ന് ഒന്ന് നന്നായി തിളയ്ക്കും. ഞാൻ ഇപ്പം നേരത്തും ഉപ്പിട്ടിട്ടില്ല. ഈ സമയത്ത് ഞാൻ പാലക്കീര, ഇത് 1/2 കപ്പ് മുറിച്ച പാലക്കീരയാണ്, അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി ഇതെല്ലാം കിടന്ന് നന്നായി ഒന്ന് വേവണം. അതിന് മുമ്പ് ഞാൻ ഉപ്പിട്ടിട്ടില്ല. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുന്നു. ഉപ്പ് കൂടിപ്പോവാതിരിക്കാൻ നോക്കണം. പാലക്കീരയിലേക്ക് ഒരുപാട് ഉപ്പിടുന്നത് അത്ര ശരിയല്ല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കിടന്ന് വേവട്ടെ. ഇപ്പോൾ എൻ്റെ കറി നല്ലോണമായി. ഇത് അടിപൊളി ടേസ്റ്റാണ്. ഇതെൻ്റെ ലാസ്റ്റ് ഭാഗം എന്താണോ ചെയ്യാൻ പോണത്, ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഞാൻ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അടിപൊളി ടേസ്റ്റാണിത്. ഇനി ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നെയ്യ് ഇട്ടതും ഇത് കുറച്ച് സമയത്തേക്ക് അടച്ചു വയ്ക്കുക. ഇനി വാഴയ്ക്ക വെച്ചിട്ട് ഒരു മെഴുക്ക് പുരട്ടിയാണ്. ഈ വാഴയ്ക്ക ഞാൻ മുറിച്ചു വെച്ചു. ഇങ്ങനെ ഇത്ര വലിയ കഷ്ണമായിട്ട്. അപ്പോഴേക്കും അത് കുറച്ച് കറുപ്പ് നിറം വന്നു. ഞാനിത് മുറിക്കുന്ന സമയത്ത് ഇതിൽ പുളി ഇടും, ഇതിനെ കറ പോകാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. ചിലവർ മഞ്ഞളിടും. ഞാനൊരു ചെറിയ കഷ്ണം പുളി ഇട്ട് വെച്ചിട്ടാണ് ഇത് മുറിച്ചത്. ഇനി ഇതെങ്ങനെയാണ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണമെന്ന് കാണിക്കാം. ഇതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി
ഒരു 7-8 എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഈ വെളുത്തുള്ളിയിൽ ഞാൻ നന്നായി തൊലി കളഞ്ഞില്ല, കഴുകി തൊലിയോടുകൂടി ഞാൻ കഴുകിയിട്ട് ഈ വെളുത്തുള്ളിയിൽ നമ്മൾ തൊലിയോടുകൂടി ചെയ്യുമ്പോൾ നല്ലൊരു മണമാണ്. അതിപ്പോൾ നിങ്ങൾ ബിരിയാണിയിൽ ആഡ് ചെയ്യുകയാണെങ്കിലും ഒക്കെ തന്നെ അതിനെ നല്ലവണ്ണം ചതയ്ക്കുക ഈ വെളുത്തുള്ളിയിൽ തൊലിയോട് കൂടിയിട്ട്. അപ്പോൾ ഞാനിതിപ്പോൾ അങ്ങനെ ചെയ്ത് അതിനെ നന്നായിയൊക്കെ കഴുകി ഞാൻ തൊലി മുഴുവൻ എടുത്തിട്ടില്ല, 2-3 എടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ലൊരു ടേസ്റ്റാണത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 പച്ചമുളക്, 4 നല്ല എരിവുള്ളതാണ്. ഇതിനെയൊക്കെ കൂടി ഒന്ന് ഞാൻ ചതച്ചിട്ട് വരാം. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. ഞാനിതിപ്പോൾ എൻ്റെ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്, അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ അതിൻ്റെ കൂടെ കടുക്, ഇനി ആ വെളുത്തുള്ളിയും ഇതും കൂടി ഞാൻ ഈ കല്ലിലിട്ട് ചതച്ചു. ഇതിനെ ഇതാണ് ഇതിൻ്റെ നല്ല മണം. ഞാൻ പറഞ്ഞില്ലേ, ഈ തൊലിയോടുകൂടി ഒന്ന് ചതച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളിക്ക് നല്ലൊരു മണമാണ്, നല്ല മണം. അതിൻ്റെ കൂടെ ഞാൻ ഉള്ളി അരിഞ്ഞത്, ചെറിയ ഉള്ളി അരിഞ്ഞത് ഇതിടുകയാണ്. ഞാനിതിൻ്റെ ഇടയിൽ ഒരു കാര്യം മറന്നുപോയതുണ്ട്, അതൊന്ന് ഞാൻ ചെയ്യട്ടെ. ഞാനിപ്പോൾ കാണിക്കാതെ എന്താണെന്ന് കേട്ടോ. ഞാൻ കടുക് ഇട്ട ഉടനെ ഉഴുന്ന് പരിപ്പ് ഇടണം, അത് ഞാൻ മറന്നു. അപ്പോൾ ഞാനതിനെ ഇപ്പം ആഡ് ചെയ്യാണ്. അതുകൊണ്ടിപ്പോൾ അതിന് വലിയ കുഴപ്പമില്ല. ആ ഉഴുന്ന് പരിപ്പൊന്ന് നന്നായി ചൂടായി വന്ന ശേഷം ഞാൻ കാണിച്ചു തരാം. എല്ലാം കൂടി നന്നായി കടുകിടുക, അതിന് ശേഷം ഉഴുന്ന് പരിപ്പ് ഇടുക. ഞാൻ ഉഴുന്ന് പരിപ്പ് ഇവിടെ എടുത്തു വെച്ചു, പക്ഷെ അത് ഇടാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഞാനിപ്പോൾ ആ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ടിട്ട് അത് നന്നായി ഒന്ന് തുടുത്ത് വന്നു. അപ്പോൾ ഞാനിത് കണ്ടോളൂ, ഇതിൻ്റെ നല്ലൊരു മണം വരണം. അപ്പോൾ ഇപ്പോൾ ഉഴുന്ന് പരിപ്പും എല്ലാം കൂടി മിക്സായി നന്നായിട്ടൊന്ന് നിറം വന്നു. ഒരു ബ്രൗൺ നിറം വരണം. അതിനുശേഷം ഞാനിതിലേക്ക് ഉപ്പിടുകയാണ്. ഉപ്പിട്ടു. ഈ വാഴയ്ക്ക മുറിച്ചത് ഇടാൻ പോവാണ്. ഞാനിതിലേക്ക് മഞ്ഞൾ ആഡ് ചെയ്യണേ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും ഇത് വേഗമാവും. ആ 10 മിനിറ്റിൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ഒന്നത് ഇളക്കി നോക്കണം. ഇടയിലൊന്ന് 2 പ്രാവശ്യം ഇളക്കിയാൽ ഇതിലധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നേന്ത്രക്കായ അല്ലാത്തതുകൊണ്ട് ഞാനിതിനെ ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം എൻ്റെ ഉപ്പേരിയായി, നല്ല ടേസ്റ്റി ഉപ്പേരി റെഡിയായി. ഇതിനെ ഞാൻ പാത്രത്തിലാക്കിയിട്ട് കാണിക്കാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ 2 മെഴുക്ക് പുരട്ടി, 2 മെഴുക്ക് പുരട്ടിയല്ല, വാഴയ്ക്ക മെഴുക്ക് പുരട്ടി, ചീര സ്പിനച്ചാണത്, സ്പിനച്ചും പരിപ്പും കൂടിയുള്ള മുളകുശം. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. വളരെയധികം ടേസ്റ്റിയാണ് ഈ കറി. ഓൾസോ ഇതിന് വെളുത്തുള്ളിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്, ഈ മെഴുക്ക് പുരട്ടയുടെ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധ. ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സന്തോഷമായിരിക്കും, നിങ്ങളുടെ അഭിപ്രായങ്ങളാണല്ലോ എഴുതുന്നത്. അപ്പോൾ see you in the next video with a wonderful recipe. Bye from Sudha Menon.